സാംസ്കാരികം, സാമൂഹികം, വിദ്യാഭ്യാസം, കല, കായികം, കാരുണ്യം, തൊഴിൽപരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി സമൂഹ നന്മയ്ക്ക് പ്രയോജനപ്രദമായ മേഖലകളിൽ ഗണ്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഊരുട്ടമ്പലം കേന്ദ്രമാക്കി ഇടത്തറ ദേവി സാംസ്കാരിക സമിതി കഴിഞ്ഞ 8 മാസമായി പ്രവർത്തിച്ചു വരുന്നു. സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും ഓണസദ്യയും സംഘടിപ്പിച്ചു. അംഗങ്ങൾ ഒരുക്കിയ അതിമനോഹരമായ അത്തപ്പൂക്കളം, വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചും സമ്മാനങ്ങൾ വിതരണം ചെയ്തും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർക്കിടക മാസ രാമായണം വായനയ്ക്ക് നേതൃത്വം നൽകിയ മോഹനൻ നായർ, പ്രമോദ് കുമാരൻ തമ്പി, ശിവരഞ്ജിത്ത് എന്നിവരെ വാർഡ് മെമ്പർമാരായ കുമാരി മായ PS, ആശ S എന്നിവർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സമിതിയുടെ കീഴിൽ രൂപീകരിച്ച ഇടത്തറ ദേവി ഭജന സംഘം, തിരുവാതിര ടീം എന്നിവയും വിവിധ ക്ഷേത്രങ്ങളിൽ ഭജനകളും തിരുവാതിരകളും അവതരിപ്പിച്ച് ശ്രദ്ധ നേടുന്നുണ്ട്. പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി എന്നിവർ ഉൾപ്പെട്ട 11 അംഗ കമ്മിറ്റി വളരെ ക്രിയാത്മകമായാണ് പ്രവർത്തിക്കുന്നത്. മാതൃകാപരമായും അച്ചടക്കത്തോടെയും ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിയും മുന്നേറുകയാണ് ഇടത്തറ ദേവി സാംസ്കാരിക സമിതി. കഴിഞ്ഞ ജനുവരിയിലാണ് നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങാൻ തീരുമാനിച്ചതും അതുമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയതും. നമുക്ക് ഈ 1 വർഷം ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഉപരിയായിട്ട് കുറച്ച് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. ഇത്രയും നല്ല രീതിയിൽ ഇവിടെ ഒരു ഓണാഘോഷം സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷകരമായി കാണുന്നു. ഇനിയും ഇതിന് നല്ലതായിട്ടുള്ള പരിപാടികൾ നടത്തി നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ പെരുമുള്ളൂർ വാർഡ് കേന്ദ്രീകരിച്ച്, പെരുമുള്ളൂർ സീനുവിള 2 വാർഡും കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഇടത്തറ ദേവി സാംസ്കാരിക സമിതി രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ സമിതി വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമിതിയാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സമിതിയിലെ മെമ്പറല്ല, പക്ഷെ ഞാൻ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എന്നെ ഇവരെല്ലാം എല്ലാ കാര്യത്തിനും ക്ഷണിക്കാറുണ്ട്. ഞാൻ എന്റെ പരമാവധി പരിപാടികളിൽ എത്താറുമുണ്ട്. വളരെ നല്ല രീതിയിലാണ് ഈ സമിതി മുന്നോട്ട് പോകുന്നത്. നമസ്തേ. ഇതൊരു ഒരുപാട് മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരാളാണ് പുഷ്പലത ചേച്ചി. പുഷ്പലത ചേച്ചിയുടെ മനസ്സിലൊതുച്ച ഒരാശയമാണ് ശരിക്കും ഈ ഒരു സാംസ്കാരിക സമിതി എന്ന് പറയുന്നത്. പല മേഖലകളിലും ഇപ്പൊ രാമായണ മാസമായപ്പോഴത്തേക്ക് എല്ലാ വീടുകളിലും ഭജന നടത്തി, അല്ലെങ്കിൽ ഭജന സംഘമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലും ഭജന നടത്തുന്നുണ്ട്, തിരുവാതിരക്കളി നടത്തുന്നുണ്ട്, പല രീതിയിലുള്ള പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ വളരെ രീതിയിൽ വലിയൊരു സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലോട്ടൊക്കെ അവർ വരികയാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു സാംസ്കാരിക സമിതിയായിട്ട് നമ്മുടെ ചീനള, പെരുമുള്ളൂർ വാർഡുകൾക്ക് ഊരുട്ടമ്പലത്തിന് മൊത്തത്തിൽ തന്നെ ഒരു വലിയൊരു നേട്ടമായിട്ട് മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ രീതിയിൽ തന്നെയാണ് ഇവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. കഴിവ് തെളിയിക്കാനാണ് സാംസ്കാരിക സമിതി, ഭജന സംഘങ്ങൾ. തന്നെ ഒരു ഇടത്തറ മാതൃസമിതി എന്ന പേരിൽ ഇത് ഭജന സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഒരു മാറേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇടത്തറ സാംസ്കാരിക സമിതി എന്ന പേരിൽ ഒരു സമിതി പുതിയതായിട്ട് രൂപം കൊണ്ട് വന്നത്. ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത് പുഷ്പലത എന്ന അവരെ ഒരു കഴിവുകൊണ്ടാണ് ഈ സംഘടന ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഇടത്തറയിൽ ഒരു സമിതി ഉണ്ടാവുകയും അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാവുകയും ചെയ്തതിലൂടെ 2 എണ്ണം ഇപ്പോ നടത്തിക്കൊണ്ടു പോകാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു നേട്ടമാണ്.
നമ്മള് ഉരുട്ടമ്പലം കേന്ദ്രമാക്കി ഇടത്തറ ദേവി സാംസ്കാരിക സമിതി എന്ന് പറഞ്ഞൊരു സംഘടന സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ചിട്ട് 8 മാസത്തോളമായി. അതിന്റെ കീഴില് ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ കായിക മത്സരങ്ങളോട് കൂടിയുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചത്. ഇത് സംഘടിപ്പിക്കുന്നതിനാവശ്യമായ ഫണ്ടുകളെല്ലാം നമ്മൾ തന്നെ സ്വയം ഓരോരോ കായിക മത്സരങ്ങൾ നടത്തി അതിലൂടെ സമാഹരിക്കപ്പെടുകയും അതിനെ നമ്മൾ വിനിയോഗിച്ചുകൊണ്ടാണ് ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നടത്താൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ കർക്കിടക മാസത്തിൽ രാമായണ പാരായണ മാസമായി ആചരിച്ചതിന്റെ ഭാഗമായി ഞങ്ങൾ ഭവനങ്ങൾ തോറും രാമായണ പാരായണം നടത്തുകയും നമ്മളോടൊപ്പം ചേർന്ന നമ്മുടെ ഇതിലെ തന്നെ സാംസ്കാരിക സമിതിയുടെ പ്രവർത്തനത്തിൽ മുന്നണി പോരാളികളായി നിൽക്കുന്ന ശ്രീ നിർമ്മലകുമാരൻ നായർ, ശ്രീ മോഹനൻ ചേട്ടൻ, ശ്രീ പ്രമോദ് കുമാരൻ തമ്പി, ശിവരഞ്ജിത്ത് എന്നിവരെ നമ്മളെ സഹായികളായി എത്തുകയും അതിനെ ഗംഭീരമാക്കാൻ സഹായിക്കുകയും ചെയ്തു. അവരെ എല്ലാവരെയും ആദരിക്കുന്ന ഒരു സുദിനമാക്കി മാറ്റാനാണ് നമ്മൾ ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എല്ലാവരും ഈ മുഴുവൻ അംഗങ്ങളും നമ്മളോടൊപ്പം അങ്ങേയറ്റം സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇനിയും ഞങ്ങൾ അതുപോലെ പല കാരുണ്യ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഇതിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ചികിത്സാ സഹായം, തീരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുക, അതോടൊപ്പം തന്നെ ഒരു ഗ്രന്ഥശാല, ചർച്ചാ ക്ലാസ്സുകള്, കൗൺസിലിങ്ങുകൾ, ഇതുപോലുള്ള പല പരിപാടികളും സംഘടിപ്പിക്കാൻ ഞങ്ങൾ താല്പര്യം കാണിക്കുകയാണ്. അതിനോടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്.